ക്ലാസ് 5 ബേസിക് സയൻസ് ആനുവൽ ടേം സാമ്പിൾ പ്രാക്ടീസ് പേപ്പർ. പുതിയ സിലബസ് പ്രകാരമുള്ള ബേസിക് സയൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആക്ടിവിറ്റി 1. ദി ലീവ്സ് ഓഫ് പ്ലാന്റ്സ് അറൗണ്ട് അസ് ആർ അറേഞ്ച്ഡ് ഇൻ ഡിഫറെൻറ്റ് പാറ്റേൺസ്. നമുക്ക് ചുറ്റുമുള്ള പ്ലാന്റ്സിൻ്റെ ലീവ്സിലെ ഇലകളുടെ അറേഞ്ച്മെൻറ്റ് ഡിഫറെൻറ്റ് പാറ്റേൺസിലാണല്ലേ, വ്യത്യസ്ത തരം പാറ്റേൺസിലാണ്. അതായത് ഇവിടെ തന്നെ ഒരു നോഡിൽ രണ്ടെണ്ണല്ലേ, ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ലീഫ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇവിടെ ഒരു നോഡിൽ ഒരു ലീഫില്ലേ, പിന്നെ ഇങ്ങനെയാണ് ഇവിടെ ഒരു നോഡിൽ തന്നെ ഇങ്ങനെ റൗണ്ട് ആയിട്ടില്ലേ. അങ്ങനെ വ്യത്യസ്ത തരം പാറ്റേൺസിലാണ് ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ് ഉള്ളത്. അങ്ങനെ ലീഫ് ഇങ്ങനെ വേർതിരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാന്റ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടല്ലേ, ഓരോ ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ലീഫ് ഓഫ് ഹിബിസ്കസ്, തുളസി ആൻഡ് ബ്ലാക്ക് ബോർഡ് ട്രീ ഈസ് ഗിവൺ അല്ലേ. ഈ ട്രീസിൻ്റെ ഒക്കെ അല്ലേ, ഹിബിസ്കസിൻ്റെയും തുളസിൻ്റെയും ബ്ലാക്ക് ബോർഡ് ട്രീയുടെയും അറേഞ്ച്മെൻറ്റ്, ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ പിക്ചർ ഇവിടെ താഴെ തന്നിട്ടുണ്ട്. ഇതിന് പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ആൾട്ടർനേറ്റ് അറേഞ്ച്മെൻറ്റ്, ഓപ്പോസിറ്റ് അറേഞ്ച്മെൻറ്റ്, വേൾഡ് അറേഞ്ച്മെൻറ്റ്, അങ്ങനെ കുറേ ഡിഫറെൻറ്റ് പാറ്റേൺസിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പ്ലാന്റ്സിനെ അല്ലേ, അതിൻ്റെ ലീവ്സിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ. ഇവിടെ നോക്കൂ അല്ലേ, ഇവിടെ ആൾട്ടർനേറ്റ് ആണ് അല്ലേ, ഒന്നിടവിട്ട് അതാണ് ആൾട്ടർനേറ്റ്. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓപ്പോസിറ്റ്, ഇതിൻ്റെ ഓപ്പോസിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദി ഗിവൺ പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ദർ ലീവ്സ്, പ്രൊവൈഡ് ആൻ അപ്രോപ്രിയേറ്റ് ഹെഡിങ്. അല്ലെ, ലീവ്സിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ഈ താഴെ തന്നിട്ടുള്ള പ്ലാന്റ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം, വേർതിരിക്കാനാണ് പറഞ്ഞത്. അതിനൊരു ഹെഡിങ്ങും കൊടുക്കണം. അതായത് കോളാമ്പി, സൺഫ്ലവർ, ഗോവ, അരളി, മാംഗോ, തുമ്പ, ഇവയൊക്കെ നമ്മൾ ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റിൽ, അതായത് നമ്മുടെ ആൾട്ടർനേറ്റ് ലീഫാണോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണോ അല്ലേ, ഇതിലേത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് നമ്മൾ വേർതിരിച്ചിട്ട് ഹെഡ്ലൈനായിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ലീഫ് അറേഞ്ച്മെൻറ്റിൽ. ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റിൽ പ്ലാന്റ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, അതായത് വേർതിരിക്കാം. ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, വേർതിരിക്കാം അല്ലേ. ആൾട്ടർനേറ്റ് അറേഞ്ച്മെൻറ്റ് ഉണ്ട്, ഓപ്പോസിറ്റ് അറേഞ്ച്മെൻറ്റ് ഉണ്ട്, വേൾഡ് അറേഞ്ച്മെൻറ്റ് ഇല്ലേ. നമ്മുടെ ഫസ്റ്റ് പിക്ചറിലുള്ളതാണ് ആൾട്ടർനേറ്റ് ആയിട്ട് അല്ലേ. ഒരു നോഡിൽ ഒന്നല്ലേ ഒരു ലീഫേ ഉള്ളൂ, പിന്നെ അടുത്ത നോഡിലാണ് അടുത്ത ലീഫിൽ. അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്, അതായത് നമ്മുടെ ഗോവയും മാംഗോ അല്ലേ, പേരക്കയുടേതും മാവിൻ്റേതും ഒക്കെ ലീഫ് എങ്ങനെയാണ് ആൾട്ടർനേറ്റ് ആയിട്ടാണല്ലേ, ഒന്നിടവിട്ടാണ് അതിൻ്റെ ലീഫ് ഉള്ളത്. അതിൻ്റെ അറേഞ്ച്മെൻറ്റിലുള്ള ക്ലാസിഫിക്കേഷനാണ് ആൾട്ടർനേറ്റ് അറേഞ്ച്മെൻറ്റ്. നെക്സ്റ്റ് ഓപ്പോസിറ്റ് അറേഞ്ച്മെൻറ്റ്, ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടില്ലേ, ഒന്നിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അടുത്ത ലീഫിലെ ഒരു നോഡിൽ തന്നെ രണ്ടെണ്ണം ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്, തുമ്പയും അരളിയും അല്ലേ, ല്യൂക്കസ്, ഒളിൻഡർ. നെക്സ്റ്റ് തേർഡ് വൺ, വേൾഡ് അറേഞ്ച്മെൻറ്റിൽ നമുക്ക് ഗോൾഡൻ ട്രംപറ്റ് അല്ലേ, കോളാമ്പിയെ ഉൾപ്പെടുത്താം. ഇതിൽ സൺഫ്ലവർ കൂടി ഉണ്ടല്ലേ. സൺഫ്ലവർ ഹാസ് എ സ്പൈറൽ അറേഞ്ച്മെൻറ്റ്. സൺഫ്ലവറിന് എന്താണ്, ഒരു സ്പൈറൽ അറേഞ്ച്മെൻറ്റ് ആണ്. ബട്ട് സിൻസ് ഇറ്റ്സ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി മെയിൻ കാറ്റഗറീസ്, ഐ ഹാവ് ലിസ്റ്റഡ് ഇറ്റ് സെപ്പറേറ്റ്ലി. അത് മെയിൻ കാറ്റഗറി ഇത് മൂന്നുമാണല്ലേ, അതിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ട് അത് വേർതിരിച്ചിട്ടില്ലേ. സ്പൈറൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ എന്താണ്, സ്പൈറൽ അറേഞ്ച്മെൻറ്റ് ആണ്. ഇതെന്താണ്, ആൾട്ടർനേറ്റ് ആണല്ലേ. ആൾട്ടർനേറ്റ്, ഒരു നോഡിൽ ഒരു ലീഫ്, ഒരു നോഡിൽ രണ്ട് ലീഫ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഓപ്പോസിറ്റ് അറേഞ്ച്മെൻറ്റ്. ഇത് വോൾഡിൽ ഇങ്ങനെ ചുറ്റുമായിട്ട് ഇലകൾ ഇങ്ങനെ ഒരു നോഡിന് ചുറ്റുമായിട്ടുള്ളത് വോൾഡ് അറേഞ്ച്മെൻറ്റ്. അങ്ങനെ മൂന്ന് ക്ലാസിഫിക്കേഷനായിട്ട് നമുക്ക് ഇതിനെയും വേർതിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ചെടികളിലെ ഹിബിസ്കസ് ഒക്കെ എങ്ങനെയാണ് കാണുന്നത്, ആ ഒരു ഇമേജ് മനസ്സിലുണ്ടായാൽ ഏത് പ്ലാന്റ്സിൻ്റെ ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും അല്ലേ. ഹിബിസ്കസിനെ പോലെയാണോ അല്ലേ ഗോവ അല്ലേ, മാംഗോ ട്രീ അതുപോലെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക അല്ലേ. തുളസീൻ്റെ ഇല എങ്ങനെയാണ്, ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ, അപ്പോൾ ഓപ്പോസിറ്റ് അറേഞ്ച്മെൻറ്റ് അല്ലെ, വോൾഡ് അറേഞ്ച്മെൻറ്റ് അല്ലേ. അതിനൊരു എക്സാമ്പിൾ പഠിച്ചേക്ക്, ഇങ്ങനെ ചുറ്റുള്ളത് ഇങ്ങനെ ഇലകൾ കണ്ടിട്ടില്ലേ നിങ്ങൾ. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ഏതെങ്കിലും രണ്ട് എക്സാമ്പിൾ പഠിച്ച് വെക്കുക. എന്നിട്ടൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക അല്ലേ, ലീഫിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ എങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് പതിഞ്ഞു നിൽക്കും. ബി ക്വസ്റ്റ്യൻ, ഈസ് ദർ എ നെസസിറ്റി ഫോർ പ്ലാന്റ്സ് ടു ഹാവ് ഡിഫറെൻറ്റ് ലീഫ് അറേഞ്ച്മെൻറ്റ്സ്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഫ് അറേഞ്ച്മെൻറ്റ്സ് പ്ലാന്റ്സിന് വേണമെന്നുള്ളത് അത്യാവശ്യമാണോ, നെസസിറ്റി ആണോ? അതിൻ്റെ കാരണം, ജസ്റ്റിഫൈ യുവർ ആൻസർ. നിങ്ങളുടെ ഉത്തരം എന്താണ്, ജസ്റ്റിഫൈ ചെയ്യണം നിങ്ങൾ, അതിൻ്റെ കാരണം റീസൺ എഴുതണം. ഇങ്ങനെ പ്ലാന്റ്സിൻ്റെ ഈ അറേഞ്ച്മെൻറ്റിൽ നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ പ്ലാന്റ്സിന് ഓരോന്നിനും ഇങ്ങനെ വ്യത്യസ്ത തരം ലീഫിൻ്റെ പാറ്റേൺ ആവശ്യമുണ്ടോ, ഓരോന്നിനും എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ലീഫ് അറേഞ്ച്മെൻറ്റ് ഉണ്ടാവാൻ കാരണം? ഇതിൽ ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരം, നെസസിറ്റി ഓഫ് ഡിഫറെൻറ്റ് ലീഫ് അറേഞ്ച്മെൻറ്റ്സ്. ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ലീഫിനെ നമ്മൾ അറേഞ്ച് ചെയ്തില്ല, ആൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വോൾഡ് അറേഞ്ച്മെൻറ്റ്. അങ്ങനെ ലീഫിനെ അറേഞ്ച് ചെയ്യാനുള്ള കാരണം, നെസസിറ്റി, അതിൻ്റെ ആവശ്യകത എന്താണ്? ആവശ്യമുണ്ടോ? യെസ്, ആവശ്യമുണ്ട്. ദർ ഈസ് എ നെസസിറ്റി ഫോർ പ്ലാന്റ്സ് ടു ഹാവ് ഡിഫറെൻറ്റ് ലീഫ് അറേഞ്ച്മെൻറ്റ്സ്. ഇങ്ങനെ പ്ലാന്റ്സിന് എന്താണ്, ഇങ്ങനെ അത്യാവശ്യമാണ്, ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഫ് വേണമെന്നുള്ളത്. ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് പ്രൊവൈഡ് വേരിയസ് ബെനിഫിറ്റ്സ്. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് അവർക്ക് വേരിയസ് ബെനിഫിറ്റ്സ്, അതിന് എന്താണ് ബെനിഫിറ്റ്സ് തരുന്നുണ്ട് ഇങ്ങനത്തെ അറേഞ്ച്മെൻറ്റ്. സച്ചാസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, മാക്സിമൈസിങ് എക്സ്പോഷർ ടു സൺലൈറ്റ് ആൻഡ് സ്പേസ്.
ഓരോ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള സൺലൈറ്റിലെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടാണ് സൺലൈറ്റിൻ്റെ സൂര്യപ്രകാശം ആവശ്യമുള്ളത്. ചില ചെടികൾക്ക് നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ അത് വളരുള്ളൂ, ചില ചെടികൾക്ക് സൂര്യപ്രകാശം ആവശ്യമില്ല അല്ലേ, നമ്മുടെ അകത്തൊക്കെ വളരും. അപ്പോൾ അവരുടെ ആ ഒരു സൺലൈറ്റിൻ്റെ എക്സ്പോഷറിനനുസരിച്ചാണ് ഓരോന്നിൻ്റെയും ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ്. എങ്ങനെ എക്സ്പോസ് ആയി നിൽക്കുന്ന ലീഫാണെങ്കിൽ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് അവർക്ക് കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ ലീഫ് അറേഞ്ച് ചെയ്യാൻ കാരണം. സെക്കൻഡ് വൺ, റെഡ്യൂസിങ് ഷെയ്ഡിങ് ആൻഡ് കോമ്പറ്റീഷൻ എമോങ് ലീവ്സിൻ്റെ ഇലകൾക്കിടയിലുള്ള കോമ്പറ്റീഷനും ഷെയ്ഡിങ്ങും ആ നിഴലുകളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ കാരണമാകുന്നു. തേർഡ് വൺ, എൻഹാൻസിങ് ഗ്യാസ് എക്സ്ചേഞ്ച് ആൻഡ് ട്രാൻസ്പിറേഷൻ. ഗ്യാസ് എക്സ്ചേഞ്ചും ട്രാൻസ്പിറേഷനും ഇല്ലേ, ചെടികൾക്കിടയിൽ ഉണ്ടാകുന്ന ട്രാൻസ്പിറേഷനൊക്കെ എൻഹാൻസ് ചെയ്യാൻ ഈ ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റിലെ ഓരോ വ്യത്യസ്ത തരത്തിൽ അതുകൊണ്ട് അത് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, സപ്പോർട്ടിങ് സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് പ്ലാന്റ് സ്റ്റെബിലിറ്റി അല്ലേ, ഒരു പ്ലാന്റിൻ്റെ സ്റ്റെബിലിറ്റി അല്ലേ, ഓരോ ലീഫിലെ ഇങ്ങനെ ഓപ്പോസിറ്റായി നിൽക്കുമ്പോഴാണ് ആ പ്ലാന്റിന് നിലനിൽപ്പുള്ളത് അല്ലേ, അതിൻ്റെ സ്റ്റെബിലിറ്റി അതിങ്ങനെ ഫിക്സായി നിൽക്കാൻ കാരണം ആ ലീഫ് ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആൾട്ടർനേറ്റ് ആയിട്ട് അല്ലേ അങ്ങനെയൊക്കെ നിൽക്കുന്നത് കൊണ്ടാണ് ആ ലീഫിന് സ്റ്റെബിലിറ്റി, ആ പ്ലാന്റിന് സ്റ്റെബിലിറ്റി അവിടെ നിൽക്കാൻ കഴിയുന്നത് അല്ലേ. അങ്ങനെ ഒരു പ്രത്യേകതരം അറേഞ്ച്മെൻറ്റ് ഉണ്ടായതുകൊണ്ടാണ്. എങ്ങനെയെങ്കിലും തോന്നിയ പോലെയാണ് ലീഫെങ്കിൽ ആ പ്ലാന്റ് അവിടെ നിൽക്കില്ല, മറിഞ്ഞു വീകും അല്ലേ. ആ ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ് അങ്ങനെ ആയതുകൊണ്ടാണ് അതിന് ആ സ്റ്റെബിലിറ്റിയിൽ നിൽക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റിയിലൊക്കെ സപ്പോർട്ടില്ല, ആ പ്ലാന്റിന് സപ്പോർട്ട് കൊടുക്കുന്നത് ആ ലീഫിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. നെക്സ്റ്റ്, അഡാപ്റ്റേഷൻ ടു എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ആൻഡ് ഇവല്യൂഷണറി പ്രഷേഴ്സ്. പരിസ്ഥിതിയിലുള്ള കണ്ടീഷൻസിലെ ഓരോ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനൊക്കെ ഈ ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ് സഹായിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും 2-3 നിങ്ങളില്ലേ ആ ലീഫ് അങ്ങനെ ആവുന്നത് കൊണ്ടാണ് ആ ചെടിക്ക് ആ സ്റ്റെബിലിറ്റി അവിടെ അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ഒന്ന് പഠിച്ച് വെക്കാം. എൻഹാൻസിങ് ഗ്യാസ് എക്സ്ചേഞ്ച് ട്രാൻസ്പിറേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആ ലീഫിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. അതുപോലെ സൺലൈറ്റിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പേസിലെ ആ സ്പേസൊക്കെ കിട്ടാൻ വേണ്ടി ലീഫ് അങ്ങനെ നിൽക്കണം അല്ലേ. സി ക്വസ്റ്റ്യൻ, ഐ ഹെൽപ്പ് പ്ലാന്റ്സ് ഇൻ ഫോട്ടോസിന്തസിസ്. പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് പ്ലാന്റ്സിനെ ഞാൻ സഹായിക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആരാണ് സഹായിക്കുന്ന ആൾ? ഐ ആം ഗ്രീൻ ഇൻ കളർ, ഞാൻ ഗ്രീൻ കളറാണ്. മൈ പ്രസൻസ് ഈസ് ദി റീസൺ വൈ പ്ലാന്റ്സ് അപ്പിയർ ഗ്രീൻ. എൻ്റെ പ്രസൻസ് ആണ് പ്ലാന്റ്സിന് ഗ്രീൻ കളർ കൊടുക്കുന്നത് അല്ലേ. പ്ലാന്റ്സ് എല്ലാം ഗ്രീൻ കളറല്ലേ, അത് എൻ്റെ പ്രസൻസ് കൊണ്ടാണ്. ക്യാൻ യു നെയിം മീ, ഞാൻ ആരാണ്, എൻ്റെ പേരെന്താണ്? ആരാണ് പ്ലാന്റ്സിന് ഗ്രീൻ കളർ കൊടുക്കുന്നത്? ഫോട്ടോസിന്തസിന് സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ ക്ലോറോഫിൽ അല്ലേ. ഓപ്ഷൻ സി, ക്ലോറോഫിലാണ് ഗ്രീൻ കളറുള്ളത്. അതുപോലെ ഇതിൻ്റെ പ്രസൻസ് ആണ് പ്ലാന്റ്സിന് ഗ്രീൻ കളർ കൊടുക്കുന്നത്. അതുപോലെ ഇതാണ് പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, സഹായിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, ദി കോട്ടിലിഡൻസ് ഓഫ് ബീൻസ് പയർ ആൻഡ് മൈസ് ചോളം ആർ ഗിവൺ. ചോളത്തിൻ്റെയും പയറിൻ്റെയും കോട്ടിലിഡൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ, ബീൻസിൻ്റെയും മൈസിൻ്റെയും. ദീസ് പ്ലാന്റ്സ് ഹാവ് സം ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറൻസ്. ഈ പ്ലാന്റ്സിന് ചില ക്യാരക്ടേഴ്സിൽ കുറച്ച് വ്യത്യാസതയുണ്ട്. ക്വസ്റ്റ്യൻ എ, കംപ്ലീറ്റ് ദി ടേബിൾ. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പ്ലാന്റ്സിൻ്റെ നെയിം, വെനേഷൻ പാറ്റേൺ അല്ലേ, അതിനുള്ള വെയിൻസ് അല്ലേ, വെയിൻസിൻ്റെ പാറ്റേണിനനുസരിച്ചിട്ട് റൂട്ട് ടൈപ്പ് ഏത് റൂട്ടാണ്, റൂട്ടിൻ്റെ ടൈപ്പ് ഏതാണ്, ടാപ്പ് റൂട്ട് സിസ്റ്റം, ഫൈബ്രോസ് റൂട്ട് സിസ്റ്റം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. റൂട്ടിൻ്റെ സിസ്റ്റം ഏതാണെന്നും നമ്മൾ ഈ കോളം ഫില്ല് ചെയ്യണം. ചാനലിൽ തന്നെ ഞാനിട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് അല്ലേ ക്രിസ്മസ് എക്സാമിന്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വെനേഷൻ പാറ്റേൺസും അല്ലേ ഓരോ റൂട്ട് ടൈപ്പും ടാപ്പ് റൂട്ടും ഫൈബ്രസ് റൂട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതിൽ കുറേ മോഡൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾ ആ വീഡിയോ കൂടി ഒന്ന് കാണണം അല്ലേ. ഇതിൽ ബാമ്പുവും കോക്കനറ്റും എന്താണ്, പാരലൽ വെനേഷനാണ്, ഇങ്ങനെ പാരലൽ ആയിട്ടുള്ളതാണ്. മാംഗോയും ഗ്രീൻ ഗ്രാമും എന്താണ്, റെക്ടിക്കുലേറ്റ് വെനേഷനാണ്. ഈ പ്ലാന്റ് ഗ്രീൻ ഗ്രാമും മാംഗോയും എന്താണ്, റെക്ടിക്കുലേറ്റ് വെനേഷനാണ് അല്ലേ. ടൈപ്പ് ഓഫ് വെനേഷൻ റെക്ടിക്കുലേറ്റ് ആണ്. അപ്പോൾ റെക്ടിക്കുലേറ്റ് ആണ് റൂട്ട് സിസ്റ്റം ഏതായിരിക്കും, ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും അല്ലേ. അത് നിങ്ങൾ ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക അല്ലെ, അറിയില്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുക. റെക്ടിക്കുലേറ്റ് വെനേഷന്റെ റൂട്ട് സിസ്റ്റം എന്താണ്, ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ് അല്ലേ. കോക്കനറ്റും ബാമ്പും എന്താണ്, പാരലൽ വെനേഷൻ ആണ്. അപ്പോൾ പാരലൽ വെനേഷന്റെ റൂട്ട് സിസ്റ്റം എന്താണ്, ഫൈബ്രസ് ആണ്, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണ് അല്ലേ. നാര് പോലത്തെ വേരുകളല്ലേ ഫൈബ്രസ് ആയിട്ട് ഇങ്ങനെ ഫൈബ്രസിൽ തിങ്ങിക്കൂടി ഫൈബർ പോലുള്ള നാരുകൾ പോലുള്ളതാണ്. ഇതിന്റെ രണ്ടിൻ്റെത് അല്ലേ, പാരലൽ വെനേഷൻ്റെത് രണ്ടിൻ്റെത്. അപ്പോൾ പാരലൽ വെനേഷൻ്റെത് റൂട്ട് സിസ്റ്റം എങ്ങനെയാണ്, റൂട്ട് എങ്ങനെയാണ്, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണ്. നമ്മുടെ റെക്ടിക്കുലേറ്റ് വെനേഷൻ അതിന്റെ റൂട്ട് സിസ്റ്റം ടാപ്പ് റൂട്ട് ആണ്. ഓക്കെ, ടാപ്പ് റൂട്ട് ആണ്, ടാപ്പ് പോലുള്ള ഇങ്ങനത്തെ റൂട്ടുകളാണ്, ഫൈബ്രസ് പോലുള്ള. അപ്പോൾ ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും എന്തിൻ്റെത്, റെക്ടിക്കുലേറ്റ് വെനേഷൻ്റെതൊക്കെ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഞാൻ ആ വീഡിയോ നിന്ന് എടുത്ത ഭാഗം തന്നെയാണ്. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്ലാസ് 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾസ് ഒക്കെ കുറച്ച് പഠിച്ച് വെക്കുക അല്ലേ. ഞാൻ പറഞ്ഞു ഇല്ലേ, റെക്ടിക്കുലേറ്റ് വെനേഷൻ ആണെങ്കിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും അല്ലേ. പാരലൽ വെനേഷൻ ആണെങ്കിൽ ഫൈബ്രസ് ആയിരിക്കും. ഇവിടെയൊക്കെ പാരലാണ്, ഷുഗർ കെയിന്, അടി, വീറ്റൊക്കെ പാരലൽ വെനേഷനാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ്. നെക്സ്റ്റ് കോണും എന്താണ്, പാരലൽ വെനേഷനാണ്, അതുകൊണ്ട് ഫൈബ്രസ് ആണ്. കോണിനൊരു പ്രത്യേകത ഉണ്ട്, ടാപ്പ് റൂട്ട് വിത്ത് ഫൈബ്രസ് മോഡിഫിക്കേഷൻ. നമ്മൾ പിക്ചറിൽ കണ്ടില്ലേ, ടാപ്പ് റൂട്ട് വിത്ത് ഫൈബ്രസ് മോഡിഫിക്കേഷൻ രണ്ടും കൂടി ഉള്ളതാണ് കോണ് അല്ലേ. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക. നെക്സ്റ്റ് ചിക്പി എന്താണ്, റെക്ടിക്കുലേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് ദി എൻഡോസ്പെർം ഇൻ മൈസ്.
അല്ലെ മൈസിലുള്ള എൻഡോസ്പേമിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇതാണ് എൻഡോസ്പേം അല്ലെ മൈസ്, ചോളത്തിൻ്റെ മൈസിലുള്ള ഈ എൻഡോസ്പേമിൻ്റെ ഫങ്ഷൻ എന്താണ്? ഫങ്ഷൻസ് ഓഫ് എൻഡോസ്പേം ഇൻ മൈസ് അല്ലെ മൈസിലുള്ള എൻഡോസ്പേമിൻ്റെ ഫങ്ഷൻ. ദി എൻഡോസ്പേം ഇൻ മൈസ് പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് ടു ദി ഡെവലപ്പിംഗ് സീഡ്ലിംഗ്. എൻഡോസ്പേം ആണ് മൈസിലുള്ള ഈ എൻഡോസ്പേം ആണ് ന്യൂട്രിയൻസ് പ്രൊവൈഡ് തരുന്നത് ടു ദി ഡെവലപ്പിംഗ് സീഡ്ലിംഗ്. ഡെവലപ്പ് ചെയ്യുന്ന സീഡ്ലിങ്ങിന്, വിത്തിന് വേണ്ടിയിട്ട് അതിന് ന്യൂട്രിയൻസ് ആവശ്യമാണല്ലേ ഒരു വിത്തിന് വളരാൻ അല്ലെ, പോഷക ന്യൂട്രിയൻസ് ആവശ്യമാണ്. അത് തരുന്നത് ആരാണ്? എൻഡോസ്പേം ആണ്. ഇറ്റ് സ്റ്റോർസ് ഫുഡ് ഇൻ ദി ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഓയിൽസ് വിച്ച് ആർ യൂസ്ഡ് ബൈ ദി സീഡ്ലിംഗ് ഡ്യൂറിംഗ് ജെർമിനേഷൻ ആൻഡ് ഏർലി ഗ്രോത്ത്. അല്ലേ, അതെന്താണ്? നമ്മുടെ ഈ എൻഡോസ്പേം ആണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് അല്ലേ. അത് എൻഡോസ്പേം ആണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. ഇറ്റ് സ്റ്റോർസ് ഫുഡ് ഇൻ ദി ഫോം ഓഫ്, എന്തിൻ്റെ ഫോമിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്? നമ്മുടെ സാധാ ഫുഡല്ലേ, കാർബോഹൈഡ്രേറ്റിൻ്റെ ഫോമിൽ, പ്രോട്ടീൻസിൻ്റെ ഫോമിൽ, ഓയിൽസിൻ്റെ ഒക്കെ ഫോമിലാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അവിടെ സൂക്ഷിച്ച് വെക്കുന്നത്. ആർ യൂസ്ഡ് ബൈ ദി സീഡ്ലിംഗ് അല്ലേ, അത് ഈ ഫുഡാണ് സീഡ്ലിംഗ് അല്ലേ, സീഡ് വിത്ത് യൂസ് ചെയ്യുന്നത് ഡ്യൂറിങ് ജെർമിനേഷൻ ആൻഡ് ഏർലി ഗ്രോത്ത് അല്ലേ. സീഡിൻ്റെ ജെർമിനേഷനും ഏർലി ഗ്രോത്തില്ലേ, സീഡ് വലുതായിട്ടില്ലേ, സീഡ് ഗ്രോ ചെയ്യണം അല്ലേ. സീഡിൻ്റെ വളർച്ചയിലും അതിൻ്റെ ജെർമിനേഷൻ സീഡ് ജെർമിനേഷൻ ഘട്ടങ്ങളിലൊക്കെ സീഡിന് എന്താണ്? ഫുഡ് ആവശ്യമാണ് അല്ലേ. ആ ഫുഡ് എവിടെ നിന്നാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഈ എൻഡോസ്പേമിലാണ് അല്ലേ. ഈ ഫുഡ് ആ സീഡ് അത് യൂസ് ചെയ്യും അല്ലേ. സീഡ് യൂസ് ചെയ്യുന്നത് ഈ എൻഡോസ്പേം സ്റ്റോർ ചെയ്ത് എടുത്ത് വെച്ച ഈ ഫുഡാണ് സീഡ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വളർച്ചാഘട്ടത്തിൽ, ഏർലി ഗ്രോത്തിലും സീഡ് ജെർമിനേഷനിലൊക്കെ ഈ ഫുഡ് യൂസ് ചെയ്തിട്ടാണ് സീഡ് വളരുന്നത്. അപ്പോൾ എൻഡോസ്പേം എന്ന് പറയുമ്പോൾ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു സ്പേസ് ആണെന്ന് ഓർത്ത് വെക്കുക അല്ലേ. അതിലെന്താണ്? ധാരാളം ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സീഡിന് വേണ്ടിയിട്ടുള്ള എൻഡോസ്പേം. എൻഡോ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളതാണ്. അപ്പോൾ ആ ഉള്ളിലുള്ള ആ വസ്തുവാണ് എന്താണ്? ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. C question, write the name of a plant that has the same number of cotyledons as the bean seed. ബീൻ സീഡിനെ പോലെ അതേ നമ്പർ കോട്ടിലിഡൻസ് ഉള്ള ഒരു പ്ലാന്റിൻ്റെ നെയിം ഏതാണെന്ന് പറഞ്ഞത്? ബീൻ സീഡിലെ പയറിൻ്റെ കോട്ടിലിഡൻസിൻ്റെ പിക്ചറിലെ ഇതേപോലെ സെയിം നമ്പർ ഓഫ് കോട്ടിലിഡനുള്ള വേറൊരു പ്ലാന്റിൻ്റെ നെയിം ഏതാണെന്ന് പറഞ്ഞത്? നമുക്ക് ഏതെഴുതാം? ചിക്പി അല്ലേ. ചിക്പിയും ബീനിനെ പോലെ സെയിം നമ്പർ ഓഫ് കോട്ടിലിഡൻ ഉള്ള ഒരു പ്ലാന്റ് ആണ് അല്ലെ. ഒരു പ്ലാന്റിൻ്റെ നെയിം ഏതാണെന്ന് ചോദിച്ചത്? ഇപ്പോൾ ചിക്പി. D question, മൈസ് ലീവ്സ് ഹാവ് പാരലൽ വെനേഷൻ. മൈസ് ലീവ്സിന് എന്താണ്? പാരലൽ വെനേഷൻ ആണ്. ഐഡൻറ്റിഫൈ ദി പ്ലാന്റ്സ് ഫ്രം ദി ലിസ്റ്റ് ദാറ്റ് ഡസ് നോട്ട് ഹാവ് പാരലൽ വെനേഷൻ. പാരലൽ വെനേഷൻ അല്ലാത്ത പ്ലാന്റ് ഇതിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അതായത് റെക്ടിക്കുലേറ്റ് വെനേഷൻ ഉള്ളത് ആർക്കാണിത്? ഇതൊക്കെ പാരലാണ്. നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തില്ല. പാഡി, ഷുഗർ കെയിൻ, വീറ്റൊക്കെ പാരലൽ വെനേഷനാണ്. ചിക്പീക്കാണ് റെക്ടിക്കുലേറ്റ് വെനേഷൻ ഉള്ളത്. അതുപോലെ തന്നെ 2 കോട്ടിലിഡൻസ് ഉള്ളതും ചിക്പീസിനാണല്ലേ. ചിക്പീക്കും ബീൻ സീഡിനും 2 കോട്ടിലിഡനാണ്. അതുപോലെ പാരലൽ വെനേഷൻ അല്ല, റെക്ടിക്കുലേറ്റ് വെനേഷനാണ് ചിക്പീക്കുള്ളത്. ആക്ടിവിറ്റി 3, ഇന്ത്യ ഹാസ് ലോഞ്ച്ഡ് ന്യൂമറസ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഫോർ വേരിയസ് പർപ്പസസ്. ഇന്ത്യ ഒരുപാട് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻസാറ്റ് ആൻഡ് എഡ്യൂസാറ്റ് ആർ സം ഓഫ് ദം. ഇൻസാറ്റ് എഡ്യൂസാറ്റും ആണ് അതിൽ ചിലത്. ക്വസ്റ്റ്യൻ എ, ഐഡൻറ്റിഫൈ ദി മെയിൻ യൂസ് ഓഫ് ഇന്ത്യാസ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആൻഡ് ക്രിയേറ്റ് എ മൈൻഡ് മാപ്പ്. ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ മെയിൻ യൂസസ്, ഉപകാരങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു മൈൻഡ് മാപ്പ് പോലെ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ആക്ടിവിറ്റിയാണിത്. സാറ്റലൈറ്റും മേജർ യൂസും അതിൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഞാനിവിടെ ഒരു ബോക്സ് കൊടുക്കാം. എഡ്യൂസാറ്റ് എന്തിനുള്ളതാണ്? എഡ്യൂക്കേഷൻ. എഡ്യൂസാറ്റ് എന്തിനുള്ളതാണ്? യൂസ് എന്താണ്? എഡ്യൂക്കേഷനിലുള്ളതാണ്. IRNSS എന്തിനാണ്? നാവിഗേഷൻ ആണ് അതിന്റെ യൂസ്. ദെൻ കാർട്ടോസാറ്റിന്റെ ജോഗ്രഫിക്കൽ ഒബ്സർവേഷൻ ആണ് അതിന്റെ യൂസ്. ജോഗ്രഫിക്കൽ ഒബ്സർവേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റ് നെയിം കാർട്ടോസാറ്റ്. ആസ്ട്രോസാറ്റിന്റെ യൂസ് ഏതൊക്കെയായിരുന്നു? ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് റിസർച്ച്. ജിസാറ്റ്, എമിസാറ്റ് ഡിഫൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ സാറ്റലൈറ്റും അതിന്റെ പർപ്പസ് അല്ലെ, പ്രൈമറി പർപ്പസ്, അതായത് മേജർ യൂസും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓരോ നേതാന്ന് ചോദിക്കാന്ന് അറിയില്ല. Question B, write the name of the Indian system similar to GPS. GPS-നോട് സിമിലർ ആയിട്ടുള്ള ഇന്ത്യൻ സിസ്റ്റത്തിന്റെ നെയിം എന്താണ്? IRNSS, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ് GPS-നോട് സിമിലർ ആയിട്ട് സാമ്യതയുള്ള ഇന്ത്യൻ സിസ്റ്റത്തിന്റെ പേര്. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, IRNSS. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടില്ലേ മൈൻഡ് മാപ്പ്, മെയിൻ യൂസസ് ഓഫ് ഇന്ത്യൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ മെയിൻ യൂസസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പോയിന്റ് ആയിട്ട് അങ്ങനെ പഠിക്കാം, ടേബിളായിട്ട്. ഇൻസാറ്റ് എന്താണ്? കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. അതിൻ്റെ യൂസസ് ടെലി കമ്മ്യൂണിക്കേഷൻ സർവീസ്, ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ്, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം അതിൽപ്പെടും. ഇനി എഡ്യൂക്കേഷൻ സാറ്റലൈറ്റ്, എഡ്യൂസാറ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സാറ്റലൈറ്റ് ആണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, വിർച്വൽ ക്ലാസ് റൂം, ലേണിംഗ് റിസോഴ്സസ്. നാവിഗേഷൻ സാറ്റലൈറ്റിൻ്റെത് ഇത്രയാണ്. വെതർ ഫോഴ്സിംഗ് സാറ്റലൈറ്റ്, എർത്ത് ഒബ്സർവിംഗ് സാറ്റലൈറ്റ്, സയൻറ്റിഫിക് റിസർച്ച് സാറ്റലൈറ്റ്. ഇതിൻ്റെ ഒക്കെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് വേണ്ടവർ ഇതും കൂടി പഠിച്ചു വെക്കുക. ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ ചോദിച്ചാൽ ഇങ്ങനെ എഴുതേണ്ടി വരും.
നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ റൈറ്റ് ദി നെയിം ഓഫ് ദി ഇന്ത്യൻ സിസ്റ്റം സിമിലർ ടു GPS സിമിലർ ആയിട്ടുള്ള ഇന്ത്യൻ സിസ്റ്റം ഏതാണ്? IRNSS അല്ലേ? നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞതാണ്. സി ക്വസ്റ്റ്യൻ ദി സൺ ഈസ് ദി സെൻറ്റർ ഓഫ് ദി സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഏതാണ്? സണ്ണാണ്. എർത്ത് ഓർബിറ്റ്സ് ദി സൺ ആൻഡ് ദി മൂൺ ഈസ് എർത്ത്സ് നാച്ചുറൽ സാറ്റലൈറ്റ് അല്ലേ? മൂണാണ് എർത്തിൻ്റെ നാച്ചുറൽ സാറ്റലൈറ്റ്. ആൽഫ സെഞ്ചുറി എ ഈസ് ദി ക്ലോസസ്റ്റ് സ്റ്റാർ ടു ദി സണ്ണ്. സണ്ണിൻ്റെ അടുത്തുള്ളതിലെ ക്ലോസസ്റ്റ് സ്റ്റാർ എന്ന് പറയുന്നത് ആൽഫ സെഞ്ചുറി എ ആണ്. ദി ഫോളോവിങ് ആർ ഡിഫറെൻറ്റ് സെലേഷ്യൽ ബോഡീസ് അറേഞ്ച്ഡ് ഇൻ ഇൻക്രീസിങ് സൈസ്. ചൂസ് ദി കറക്റ്റ് ഓർഡർ. സൈസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് അല്ലേ? ഇപ്പോൾ ഏറ്റവും കുറഞ്ഞതിൽ നിന്ന് ഏറ്റവും കൂടിയതിലേക്കല്ലേ? ഇൻക്രീസിങ് സൈസിലാണ് ഇത് അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ? ഇതല്ലേ കറക്റ്റ് ഓർഡർ? ഫസ്റ്റ് മൂണ്, ദെൻ എർത്ത്, ദെൻ സണ്ണ്, ദെൻ ആൽഫ സെഞ്ചുറി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് സൈസിൽ ഇൻക്രീസിങ് ഓർഡറിൽ വരുന്നത്. മൂണ് എർത്തിൽ ഏറ്റവും ചെറുത് അല്ലേ? അതിൻ്റെ സൈസ് ഇവിടെ ഉണ്ട് അല്ലേ? ദെൻ എർത്താണ് അതിനേക്കാൾ വലുത്, ദെൻ സണ്ണ്, ദെൻ ആൽഫ സെഞ്ചുറി എ അതിൻ്റെ ഡയമീറ്റർ അതിൻ്റെ സൈസിൽ ഏറ്റവും വലുത് ആൽഫ സെഞ്ചുറി എ. കറക്റ്റ് ഓർഡർ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ചെയ്താനാണ് പറഞ്ഞത്. ദെൻ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് ആണെങ്കിൽ നേരെ തിരിച്ച് എഴുതണം. ആക്ടിവിറ്റി 4 ഇൻ ഹൗസ് ഹോൾഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റവ്സ് ആർ യൂസ്ഡ് ഫോർ കുക്കിംഗ്. അല്ലെ കുക്കിങ്ങിനല്ലേ പാചകം ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റവ്സ് ഉണ്ട് അല്ലേ? ഗ്യാസ് സ്റ്റവ് ഉണ്ട്, വിറകടുപ്പുണ്ട്, മണ്ണെണ്ണ വിളക്കില്ലേ, മണ്ണെണ്ണൻ്റെ അടുപ്പ് അല്ലേ, കെറോസിൻ സ്റ്റവ്സ് ഉണ്ട് അല്ലെ, അതുപോലെ ഇൻഡക്ഷൻ കുക്കറിൽ ഇൻഡക്ഷൻ അടുപ്പിൽ ഇൻഡക്ഷൻ സ്റ്റവ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റവ്സ് ഉണ്ട്. ക്വസ്റ്റിനെ വാട്ട് ടൈപ്സ് ഓഫ് സ്റ്റവ്സ് ആർ മെൻഷൻഡ് എബോവ്. ഇത് ഏതൊക്കെ സ്റ്റവ്സ് ആണ് തന്നിട്ടുള്ള പിക്ചറിലുള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അറിയാമല്ലോ. ബി ക്വസ്റ്റ്യൻ വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡേർഡ് ടു എൻഷുർ ദാറ്റ് ഫയർവുഡ് ബേൺസ് വെൽ ഇൻ എ ട്രഡീഷണൽ സ്റ്റവ്. അതുപോലെ ട്രഡീഷണൽ സ്റ്റൗവിൽ ഫയർവുഡ് ബേൺസിലെ അതായത് നമ്മുടെ മരങ്ങൾ കത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡേർഡ് ടു എൻഷുർ ദാറ്റ് ഫയർവുഡ് ബേൺസിലെ ഫയർവുഡ് ബേൺസ് ചെയ്യാൻ നന്നായിട്ട് കത്താൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അല്ലെ മരം നന്നായി കത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? എൻഷുർ ഫയർവുഡ് ബേൺസ് വെൽ ഇൻ എ ട്രഡീഷണൽ സ്റ്റൗ കൺസിഡർ ദി ഫോളോവിങ് ഫാക്ടേഴ്സ്. അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് മോയ്സ്ചർ കണ്ടൻറ്റ്. ഫയർവുഡ് ഷുഡ് ബി ഡ്രൈ അല്ലേ? മരം എന്താണ്? ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ വിറകായിരിക്കണം അല്ലേ? നനഞ്ഞ വിറക് കത്തുമോ? ഇല്ല. അപ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റ് എന്തായിരിക്കണം? ഡ്രൈ ആയിരിക്കണം. വിത്ത് എ മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് 20% ഓർ ലെസ് അല്ലേ? മോയ്സ്ചർ കണ്ടൻറ്റ് 20% അതിനേക്കാൾ കുറവ്. അതായത് ഡ്രൈ ആയിട്ടുള്ള ഫയർവുഡ് നല്ല ഉണങ്ങിയ മരങ്ങളായിരിക്കണം അല്ലേ? കത്താൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ്. ഒരു മരം കത്തണമെങ്കിൽ നമ്മൾ വിറകടുപ്പിൽ മരം കത്തിക്കുമ്പോൾ അത് കത്തണമെങ്കിൽ എന്താണ്? നല്ല ഉണങ്ങിയ വിറകായിരിക്കണം. സെക്കൻഡ് വൺ എയർ സപ്ലൈ. അഡിക്വേറ്റ് എയർ ഫ്ലോ ഈസ് നെസസറി ഫോർ എഫിഷ്യൻറ്റ് കമ്പഷൻ അല്ലേ? എഫിഷ്യൻ്റ് ആയിട്ട് കമ്പഷൻ കത്താൻ വേണ്ടിയിട്ട് അഡിക്വേറ്റ് എയർ ഫ്ലോ ആവശ്യമാണ്. നമ്മൾ വിറക് കത്തണമെങ്കിൽ അത് ഊതലുണ്ടല്ലേ? ഊതിയിട്ടാണ് കത്തിക്കുന്നത് അല്ലേ? അപ്പം നല്ലൊരു കാറ്റ് എയർ ഫ്ലോ അഡിക്വേറ്റ് ആയിട്ടുള്ള എയർ ഫ്ലോ ആവശ്യമാണ്. തേർഡ് ഫയർവുഡ് സൈസ് ആൻഡ് അറേഞ്ച്മെൻറ്റ് അല്ലേ? ഫയർവുഡ് ഷുഡ് ബി സ്പ്ലിറ്റ് ഇൻ ടു മാനേജബിൾ പീസസ് ആൻഡ് അറേഞ്ച്ഡ് ടു അലോ ഫോർ ഗുഡ് എയർ ഫ്ലോ അല്ലേ? ഫയർവുഡിൻ്റെ മരക്കഷ്ണങ്ങളുടെ സൈസ് എന്തായിരിക്കണം? സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ മുറിച്ച കഷ്ണങ്ങൾ അതിൽ കൊള്ളുന്ന തരത്തിൽ കത്താൻ പാകപ്പെട്ട ആ ഒരു സൈസിലായിരിക്കണം. ഫോർത്ത് വൺ സ്റ്റൗ ഡിസൈൻ ആൻഡ് മെയിൻ്റനൻസ്. എൻഷുർ ദി സ്റ്റൗ ഈസ് പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് വിത്ത് എ ക്ലിയർ ചിമ്മിണി ആൻഡ് നോ ബ്ലോക്കേജസ്. ക്ലിയർ ആയിട്ടുള്ള ചിമ്മിണിയിലെ ചാരമൊക്കെ ആയിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം അല്ലേ? സ്റ്റൗ ഡിസൈനും മെയിൻ്റനൻസും കറക്റ്റായിരിക്കണം. നന്നായിട്ട് കത്തണമെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് അല്ലേ? അതിലുള്ള അടുപ്പിലുള്ള വെണ്ണീരൊക്കെ ഒഴിവാക്കിയിട്ട് അല്ലേ പാകത്തിന് കായലുള്ള അടുപ്പ് കത്തുള്ളൂ. ഒരുപാട് വെണ്ണീര് ബാക്കിയുണ്ടെങ്കിൽ അല്ലേ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കറക്റ്റ് അല്ലെങ്കിൽ അടുപ്പ് കത്തില്ല. ഫിഫ്ത്ത് വൺ ഇഗ്നീഷൻ സോഴ്സ്. യൂസ് എ സ്യൂട്ടബിൾ ഇഗ്നീഷൻ സോഴ്സ് സച്ച് ആസ് കൈൻഡ്ലിംഗ് ഓർ ന്യൂസ് പേപ്പർ. അത് കത്താൻ വേണ്ടി സഹായിക്കുന്ന ന്യൂസ് പേപ്പറോ എന്തോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കത്തിക്കുന്നതില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സോഴ്സ് കറക്റ്റായിട്ട് ഉപയോഗിക്കുക. ഒരു മരം കത്താൻ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഊഹിച്ചാൽ തന്നെ അറിയാം. അതൊക്കെ എഴുതുക. ഈ ക്വസ്റ്റ്യൻ ഡിസൈൻ ആൻ എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് ദാറ്റ് എയർ ഈസ് നെസസറി ഫോർ കമ്പഷൻ. കത്താൻ വേണ്ടിയിട്ട് കമ്പഷന് എയർ അത്യാവശ്യമാണ്, നെസസറി ആണെന്ന് പ്രൂവ് ചെയ്യിക്കാൻ തെളിയിക്കാനുള്ളൊരു എക്സ്പെരിമെൻറ്റ് എഴുതാനാണ് പറഞ്ഞത്. എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് എയർ ഈസ് നെസസറി ഫോർ കമ്പഷൻ അല്ലെ? കത്താൻ വേണ്ടിയിട്ട് എയർ അത്യാവശ്യമാണ്, നെസസറി ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇൻവെസ്റ്റിഗേഷൻ ദി റോൾ ഓഫ് എയർ ഇൻ കമ്പഷൻ. എക്സ്പെരിമെൻറ്റിൻ്റെ പേരെന്താണ്? ഇൻവെസ്റ്റിഗേറ്റിംഗ് ദി റോൾ ഓഫ് എയർ ഇൻ കമ്പഷൻ അല്ലെ? കത്താൻ വേണ്ടിയിട്ട് എയറിൻ്റെ അല്ലേ നമ്മുടെ കാറ്റിൻ്റെ റോൾ എന്താണെന്ന് അന്വേഷിക്കുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണ്. അതിനാവശ്യമായ മെറ്റീരിയൽസ് ആദ്യം എഴുതണം അല്ലേ? നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തുമ്പോൾ മെറ്റീരിയൽസ് അതിൻ്റെ പ്രൊസീജിയറും റിസൾട്ടും ഒക്കെ എഴുതണം. മെറ്റീരിയൽസ് എന്തൊക്കെ വേണം? ക്യാൻഡിൽ വേണം, ഗ്ലാസ് ജാർ ഓർ കണ്ടെയ്നർ, മാച്ചസ് ഓർ ലൈറ്റർ അല്ലേ? ലൈറ്റർ വേണം, കത്തിക്കാൻ ലൈറ്റർ വേണം അല്ലേ? പ്രൊസീജിയേഴ്സ് എന്തൊക്കെ പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ ലൈറ്റ് ദി കാൻഡിൽ ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ എ ഫ്ലാറ്റ് സർഫസ്. ഒരു ഫ്ലാറ്റ് ആയിട്ടില്ല പ്രതലമായി നിരുന്ന സ്ഥലത്ത് ഒരു കാൻഡിൽ കത്തിച്ച് വെക്കുക അല്ലെ? മെഴുകുതിരി കത്തിക്കുക, ലൈറ്റ് ചെയ്യുക.
സെക്കൻഡ് വൺ, കെയർഫുള്ളി പ്ലേസ് ദി ഗ്ലാസ് ജാർ ഓവർ ദി കാൻഡിൽ ക്രിയേറ്റിംഗ് എ സീൽ. ഒരു സീൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഗ്ലാസ് ജാറില്ലേ, സെക്കൻഡ് കണ്ടെയ്നർ അല്ലെങ്കിൽ കണ്ടെയ്നർ ഗ്ലാസ് ജാർ എന്താണ്, ആ മെഴുകുതിരിൻ്റെ മേലെ, കത്തിച്ച മെഴുകുതിരിൻ്റെ മേലെ കെയർഫുൾ ആയിട്ട് വെക്കുക. തേർഡ് വൺ, ഒബ്സർവ് വാട്ട് ഹാപ്പൻ ടു ദി ഫ്ലെയിം. ആ ഫ്ലെയിമിന്, കത്തിച്ച് വെച്ച ഫ്ലെയിമിന് എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിക്കുക, ഒബ്സർവ് ചെയ്യുക. ഫോർത്ത്, റിപ്പീറ്റ് ദി എക്സ്പെരിമെൻറ്റ് ദിസ് ടൈം ലീവിങ് എ സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ ദി ജാർ ആൻഡ് ദി സർഫസ് ടു അലോ ഫോർ എയർ ഫ്ലോ. ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുക. ഒരു സ്മോൾ ഗ്യാപ്പിൽ, ജാർ ഫുള്ളായിട്ട് അടക്കാതെ ഒരു സ്മോൾ ഗ്യാപ്പ് വിട്ടിട്ട്, അതായത് എയർ ഫ്ലോ അല്ലെ കാറ്റിന് കിടക്കാനുള്ള ഒരു സ്പേസ് വിട്ടിട്ട് ചെയ്ത് നോക്കുക. രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് ആയിക്കുക അല്ലേ. മുഴുവനായിട്ട് മൂടുമ്പോൾ എയർ ഇല്ലാത്തപ്പോഴും അത് കിടുന്നുണ്ടോ കത്തുന്നുണ്ടോ അല്ലെ, എയർ കുറച്ച് നമ്മൾ കടത്തി വിട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്, അതൊക്കെ അതിൻ്റെ റിസൾട്ടാണ് നെക്സ്റ്റ് ചെയ്തേണ്ടത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് ഏതാണ്? വെൻ ദി ജാർ ഈസ് സീൽഡ് ദി ഫ്ലെയിം വിൽ എക്സ്റ്റിങ്ക്യൂഷ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഓക്സിജൻ. ജാർ എന്താണ്, ഒരു കാറ്റ് കടക്കാത്ത രീതിയിൽ സീൽ ചെയ്ത് അടച്ചു വെക്കുമ്പോൾ അതിലെന്താണ്, ഓക്സിജൻ ഇല്ലാത്തത് കാരണം ഫ്ലെയിം എന്താണ്, കെട്ടുപോകില്ല, എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യും. വെൻ ദി ജാർ ഈസ് നോട്ട് സീൽഡ് അല്ലേ, ഫുള്ളായിട്ട് അടച്ച് മൂടാതിരിക്കുമ്പോൾ അലോയിങ് ഫോർ എയർ ഫ്ലോ അല്ലെ, കുറച്ച് കാറ്റ് ഉള്ളിലേക്ക് കടക്കും അല്ലേ, ദി ഫ്ലെയിം വിൽ കണ്ടിന്യൂ ടു ബേൺ. അപ്പോൾ ഫ്ലെയിം എന്താണ്, കത്താൻ തുടങ്ങും അല്ലേ, കണ്ടിന്യൂ ചെയ്യും. അതായത് എയർ ഉണ്ടായത് കൊണ്ടാണ് അല്ലേ, കാറ്റ് കിടക്കാൻ കുറച്ച് സ്പേസ് നമ്മൾ വിട്ടത് കൊണ്ടാണ് അത് കത്തിയത്. നന്നായിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ എയർ കിടക്കാത്ത രീതിയിൽ വെക്കുമ്പോൾ അത് കത്തുന്നില്ല. അപ്പോൾ ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ് അല്ലേ, കത്താത്തതും കത്തുന്നതും അല്ലേ, എയർ ഫ്ലോൻ്റെ ആ ഒരു സാന്നിധ്യം അറിയിക്കാനുള്ള എക്സ്പെരിമെൻറ്റ്. എയർ ഫ്ലോ ഉണ്ടായത് കൊണ്ടാണ് അത് കത്തിയത്. അപ്പോൾ കത്താൻ എന്താണ്, എയർ മസ്റ്റാണ്. കൺക്ലൂഷൻ, അതിൻ്റെ കൺക്ലൂഷൻ, അവസാനമായിട്ടുള്ള ഒരു കൺക്ലൂഷൻ. ദിസ് എക്സ്പെരിമെൻറ്റ് ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് എയർ, സ്പെസിഫിക്കലി ഓക്സിജൻ അല്ലേ, ഓക്സിജൻ ആണ് എയർ, ഈസ് നെസസറി ഫോർ കമ്പഷൻ ടു ഒക്കർ അല്ലേ, കമ്പഷൻ കത്താൻ എന്താണ്, എയർ അത്യാവശ്യമാണ്, നെസസറി ആണെന്നുള്ളതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ. വെൻ എയർ ഈസ് ആബ്സെൻറ്റ് കമ്പഷൻ കനോട്ട് ബി സസ്റ്റെയിൻഡ്. എയർ ആബ്സെൻ്റ് ആകുമ്പോൾ, ഇല്ലാത്തപ്പോൾ കമ്പഷൻ കത്തൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എയർ എന്താണ്, കത്താൻ ആവശ്യമാണ്, നെസസറി ആണെന്നുള്ളതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ, അവസാനം നമ്മൾ കണ്ടുപിടിച്ച കൺക്ലൂഷൻ. ആക്ടിവിറ്റി 5, ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് വൈഡ് കെയിൻ ഡേ ദി സയൻസ് ക്ലബ് ഹാസ് ഡിസൈഡഡ് ടു ഓർഗനൈസ് എ സെമിനാർ. അല്ലേ, സയൻസ് ക്ലബ്ബ് ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യാൻ, ഓർഗനൈസ് ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? കണക്ഷൻ വിത്ത് ദി വേൾഡ് വൈഡ് കെയിൻ ഡേ. Question A, prepare a report for the seminar including the devices used to assist virtually impaired individuals. ആ ഡിവൈസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെമിനാർ റിപ്പോർട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. വേൾഡ് വൈറ്റ് കെയിൻ ഡേനെ അനുബന്ധിച്ചിട്ടുള്ള സെമിനാർ റിപ്പോർട്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ റിപ്പോർട്ട് ഫോർ ദി സെമിനാറിനുള്ള റിപ്പോർട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കാം? എംപവറിംഗ് വിഷ്വലി ഇമ്പയർഡ് ഇൻഡിവിജ്വൽസ്, അസിസ്റ്റീവ് ഡിവൈസസ് ആൻഡ് ടെക്നോളജീസ്. ഇൻട്രൊഡക്ഷൻ എന്ത് കൊടുക്കാം? വേൾഡ് വൈഡ് കെയിൻ ഡേ ഈസ് എ സെലിബ്രേഷൻ ഓഫ് ദി ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് റിലയൻസ് ഓഫ് വിഷ്വലി ഇമ്പയർഡ് ഇൻഡിവിജ്വൽസ്. ആസ് പാർട്ട് ഓഫ് ദിസ് ഒക്കേഷൻ അവർ സയൻസ് ക്ലബ് ഈസ് ഓർഗനൈസിംഗ് എ സെമിനാർ ടു റൈസ് അവയർനെസ് അബൌട്ട് ദി അസിസ്റ്റീവ് ഡിവൈസസ് ആൻഡ് ടെക്നോളജീസ് ദാറ്റ് എംപവർ വിഷ്വലി ഇമ്പയർഡ് ഇൻഡിവിജ്വൽസ്. അസിസ്റ്റീവ് ഡിവൈസുകൾ അതിൽ യൂസ് ചെയ്ത ഡിവൈസുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞത്. അസിസ്റ്റീവ് ഡിവൈസസ് വൈറ്റ് കെയിൻസിലെ ഫണ്ടമെൻ്റൽ ടൂൾ ഫോർ നാവിഗേഷൻ, പ്രൊവൈഡിംഗ് ടാക്ടൈൽ ഫീഡ്ബാക്ക് ആൻഡ് ഡിറ്റക്റ്റിംഗ് ഒബ്സ്റ്റക്കിൾസ്. നാവിഗേഷനിലൊരു ഫണ്ടമെൻ്റൽ ടൂളാണ് വൈറ്റ് കെയിൻസ്. ബ്രെയിലി ഡിസ്പ്ലേസ്, ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് റൈസ് ആൻഡ് ലോവർ ബ്രെയിൻ സ്റ്റോക്സ് ഇലക്ട്രോണിക്കലി, അലോവിങ് യൂസേഴ്സ് ടു റീഡ് ഡിജിറ്റൽ ടെക്സ്റ്റ് റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇലക്ട്രോണിക് ഡിവൈസാണ് എന്ത്, ബ്രെയിലി ഡിസ്പ്ലേസ്. ദെൻ സ്ക്രീൻ റീഡേഴ്സ്, സ്മാർട്ട് കെയിൻസ്, ടാക്ടൈൽ ഗ്രാഫിക് ഡിസ്പ്ലേസിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് റീഡ് ചെയ്തിട്ട് പഠിക്കുക. പിന്നെ അതിൻ്റെ കൺക്ലൂഷൻ എന്ത് കൊടുക്കാം? അസിസ്റ്റീവ് ഡിവൈസ് ആൻഡ് ടെക്നോളജീസ് പ്ലേ എ വിർച്വൽ റോൾ ഇൻ എംപവറിംഗ് വിഷ്വലി ഇമ്പയർഡ് ഇൻഡിവിജ്വൽസ്. ഈ ഡിവൈസും ടെക്നോളജീസൊക്കെ ഒരു വൈറ്റൽ റോൾ, ഒരു മെയിൻ റോള് നയിക്കുന്നുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ കൺക്ലൂഡ് ചെയ്യാം. ബൈ പ്രൊമോട്ടിംഗ് അവയർനെസ് ആൻഡ് അക്സസിബിലിറ്റി വി ക്യാൻ വർക്ക് ടുവേർഡ്സ് ക്രിയേറ്റിംഗ് എ മോർ ഇൻക്ലൂസീവ് സൊസൈറ്റി. What is the name of the system used by visually impaired individuals for reading and writing? വിഷ്വലി ഇമ്പയർഡ് ഇൻഡിവിജ്വൽസിന് റീഡിങ്ങിനും റൈറ്റിങ്ങിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ നെയിം എന്താണ്? നമ്മൾ ഈ സെമിനാറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ പേര്. സിസ്റ്റം യൂസ്ഡ് ബൈ വിഷ്വലി ഇമ്പയർഡ് ഇൻഡിവിജ്വൽസ് ഫോർ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. റീഡിങ്ങിനും റൈറ്റിങ്ങിനും വേണ്ടി യൂസ് ചെയ്യുന്ന സിസ്റ്റം ഏതാണ്? ബ്രെയിലി. ബ്രെയിലി ഈസ് എ ടാക്ടൈൽ റൈറ്റിംഗ് സിസ്റ്റം. ടാക്ടൈൽ റൈറ്റിംഗ് സിസ്റ്റമാണ് ബ്രെയിലി എന്ന് പറയുന്നത്. യൂസ്ഡ് ബൈ വിഷ്വലി ഇമ്പയർഡ് ഇൻഡിവിജ്വൽസ് ടു റീഡ് ആൻഡ് റൈറ്റ്. It consists of raised dots that are arranged in specific patterns to represent letters, words and punctuation. See question, design a poster for the school poster making competition to promote eye donation. സ്കൂൾ പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷനിൽ ഐ ഡൊണേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞത്. നമുക്ക് ഈ പോസ്റ്ററിൽ ഇങ്ങനൊരു കോഡ്സ് ഇല്ലേ, മെയിനായിട്ട് നല്ല ഹെഡ്ലൈനും നല്ല കളർഫുള്ളായിട്ട് നല്ല ബോൾഡായിട്ടുള്ള ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് മെയിൻ ഹെഡ്ലൈൻ കൊടുക്കാം അല്ലേ. എന്തായിട്ട്? ഗീവ് ദി ഗിഫ്റ്റ് ഓഫ് സൈറ്റ്, ഡൊണേറ്റ് യുവർ ഐസ് അല്ലേ. ഐ ഡൊണേഷനെ പറ്റിയിട്ടുള്ള പോസ്റ്ററാണ് ഉണ്ടാക്കേണ്ടത്. അതിനൊരു സബ് ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കാം, ഹെൽപ്പ് സം വൺ ടു സീ ദി വേൾഡ് അഗെയിൻ അല്ലേ. ഒരാളെ വീണ്ടും ലോകം കാണാൻ വേണ്ടിയിട്ട് സഹായിക്കൂ എന്ന് പറയാം.
ഇമേജസ് എന്ത് കൊടുക്കാം അല്ലേ, പോസ്റ്ററാകുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഇമേജസ് ഒക്കെ കൊടുക്കണം അല്ലേ. ഒരാൾ കണ്ണ് കാണാത്ത ഒരാൾ പെട്ടെന്ന് കണ്ണ് കാണുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റും നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമൊക്കെ നോക്കുന്നതില്ലേ, നല്ല സ്മൈലിങ്ങോടെ നല്ല സന്തോഷത്തോടെ നോക്കുന്ന ഒരു പിക്ചർ വേണമെങ്കിൽ കൊടുക്കാം. ഒരു മെസ്സേജ് എന്നപോലെ ഇത് വേണമെങ്കിൽ കൊടുക്കാം അല്ലേ. ഐ ഡൊണേഷൻ ഈസ് എ സെൽഫ്ലെസ് ആക്ട് ദാറ്റ് ക്യാൻ ബ്രിങ് ലൈറ്റ് ആൻഡ് ജോയ് ടു സംവൺസ് ലൈഫ്. രജിസ്റ്റർ ടു ബിക്കം ആൻ ഐ ഡോണർ ടുഡേ ആൻഡ് ഗീവ് ദി ഗിഫ്റ്റ് ഓഫ് സൈറ്റ്. ഈ പിക്ചറൊക്കെ വരച്ചിട്ട് മെസ്സേജൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കി പഠിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 6. ആനിമൽസ് ഹാവ് ഡിഫറെൻറ്റ് ഓർഗൻസ് ദാറ്റ് ഹെൽപ്പ് ദം അണ്ടർസ്റ്റാൻഡ് ദെയർ സറൗണ്ടിങ്സ്. അവരുടെ ചുറ്റുപാട് മനസ്സിലാക്കാൻ വേണ്ടി, സറൗണ്ടിങ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ആനിമൽസിന് ഡിഫറെൻറ്റ് ഓർഗൻസ് ഉണ്ട് ഇല്ലേ. ദീസ് ആർ കാൾഡ് സെൻസ് ഓർഗൻസ് അല്ലേ. ഓരോന്ന് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഗൻസ് ആണ് സെൻസ് ഓർഗൻസ്. ആനിമൽസിന് ഓരോന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ളതാണ് സെൻസ് ഓർഗൻസ്. ക്വസ്റ്റ്യനെ വിച്ച് ഓർഗൻ ഹെൽപ്പ് ബട്ടർഫ്ലൈസ് റെക്കഗ്നൈസ് ടേസ്റ്റ്. ബട്ടർഫ്ലൈകൾക്ക് ടേസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ ഇതിലേത് ഓർഗനാണ് അവരെ സഹായിക്കുന്നത്. ബട്ടർഫ്ലൈസിൻ്റെ ലെഗ്സ് ആണ് അവരെ ടേസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ബട്ടർഫ്ലൈസ് പൂമ്പാറ്റകൾ അവിടെ കാല് കൊണ്ടാണ് ഓരോന്നും ടേസ്റ്റൊക്കെ തിരിച്ചറിയുന്നത്. ബി ക്വസ്റ്റ്യൻ ഐ ഹെൽപ്പ് അസ് സീ ദി ബ്യൂട്ടിഫുൾ സൈറ്റ് ഓഫ് ദിസ് വേൾഡ്. ഈ വേൾഡ് കാണാൻ സഹായിക്കുന്നത് നമ്മുടെ കണ്ണുകളാണ്, ഐസാണ്. വാട്ട് ആർ ദി ഹെൽത്തി ഹാബിറ്റ്സ് വി ഷുഡ് ഫോളോ ടു മെയിൻറ്റെയിൻ ഗുഡ് ഐ ഹെൽത്ത്. നല്ലൊരു ഐ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്തി ഹാബിറ്റ്സ് എന്തൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം, ആരോഗ്യകരമായിട്ടുള്ള ഹാബിറ്റ്സ് നമ്മളെ കണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഹെൽത്തി ഹാബിറ്റ്സ് ഫോർ ഗുഡ് ഐ ഹെൽത്ത്. ഐ ഹെൽത്ത് നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് എന്തൊക്കെ ഫോളോ ചെയ്യാം. ടു മെയിൻറ്റെയിൻ ഗുഡ് ഐ ഹെൽത്ത് ഫോളോ ദീസ് ഹാബിറ്റ്സ് അല്ലേ. ഫസ്റ്റ് റെഗുലർ ഐ എക്സാംസ്. ഷെഡ്യൂൾ റെഗുലർ ഐ എക്സാം ടു ഡിറ്റക്ട് എനി ഐ പ്രോബ്ലംസ് ഏർലിയിലെ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഐ ടെസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക. പ്രോപ്പർ ഐ കെയർ. ക്ലീൻ യുവർ ഐസ് റെഗുലർലി ആൻഡ് അവോയ്ഡ് റബ്ബിങ് ദം. ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക, അത് തിരുമാതിരിക്കുക, റബ്ബ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. തേർഡ് വൺ ഹെൽത്തി ഡയറ്റ്. ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ് റിച്ച് ഇൻ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആൻഡ് omega-3 ഫാറ്റി ആസിഡ്സ്. omega-3 ഫാറ്റി ആസിഡ്സും വെജിറ്റബിൾസും ഫ്രൂട്ടൊക്കെ ഡയറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റിലെ ഹെൽത്തി ഹാബിറ്റായിട്ട് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക. ഫോർത്ത് പ്രൊട്ടക്റ്റ് യുവർ ഐസ് ഫ്രം ദി സണ്ണ്. സണ്ണിൽ നിന്നും ഐസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. വിയർ സൺഗ്ലാസസ് വിത്ത് UV പ്രൊട്ടക്ഷൻ വെൻ ഗോയിങ് ഔട്ട്സൈഡ്. അല്ലേ, വെളിയിലേക്ക് പുറത്തേക്ക് പോകുമ്പോൾ UV പ്രൊട്ടക്ഷൻ ഉള്ള സൺഗ്ലാസ് യൂസ് ചെയ്യുക. ഫിഫ്ത്ത് വൺ ഫോളോ ദി 20-20-20 റൂൾ. എവറി 20 minutes ലുക്ക് അവേ ഫ്രം യുവർ സ്ക്രീൻ ആൻഡ് ഫോക്കസ് ഓൺ സംതിങ് 20 feet അവേ ഫോർ 20 seconds. അല്ലേ, ഓരോ 20 മിനിറ്റ് കഴിയുമ്പോഴും നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ നിന്ന് ഒന്ന് കണ്ണെടുത്തിട്ട് ഒരു 20 feet എന്തെങ്കിലേക്ക് നോക്കുക അല്ലേ, ഒരു 20 seconds നേരത്തേക്ക്. അതാണ് 20-20-20 അല്ലേ, 3 20 അല്ലേ, 20-20-20 റൂള്. സിക്സ്ത് ഗെറ്റ് ഇനഫ് സ്ലീപ്പ് അല്ലേ. അഡിക്വേറ്റ് സ്ലീപ്പ് ഹെൽപ്പ് കീപ്പ് യുവർ ഐസ് ഹെൽത്തി. നമുക്ക് ആവശ്യമായിട്ടുള്ള ഉറക്കം കിട്ടണം, അത് നമ്മുടെ കണ്ണിനെ ഹെൽത്തി ആക്കും അല്ലേ. ഉറക്കില്ലെങ്കിൽ കണ്ണിന് ഹെൽത്തിനെസ് ഉണ്ടാവില്ല. സെവൻത്ത് അവോയ്ഡ് സ്മോക്കിംഗ് അല്ലേ. സ്മോക്കിംഗ് ക്യാൻ ഇൻക്രീസ് ദി റിസ്ക് ഓഫ് ഐ ഡിസീസസ്. ഐ ഡിസീസസ് കണ്ണിൻ്റെ രോഗങ്ങൾ കൂട്ടാൻ സ്മോക്കിംഗ് കാരണമാകും, അതുകൊണ്ട് സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ഫോളോ ചെയ്യാം. ക്വസ്റ്റ്യൻ ദി ഇയർ ഈസ് ദി സെൻസ് ഓർഗൻ ദാറ്റ് ഹെൽപ്പ് us ഹിയർ അല്ലേ. കേൾക്കാൻ വേണ്ടി സഹായിക്കുന്ന സെൻസ് ഓർഗൻ ഏതാണ്? ഇയർ ആണ്, ചെവിയാണ് അല്ലേ. ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് ക്യാൻ ഒക്കർ ഡ്യൂ ടു വേരിയസ് റീസൺസ്. വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി ഡിവൈസ് യൂസ്ഡ് ടു അസിസ്റ്റ് പീപ്പിൾ വിത്ത് ഹിയറിംഗ് ലോസ് അല്ലേ. കേൾവി ശക്തി ഇല്ലാത്തവർക്ക് അല്ലേ, ഹിയറിംഗ് ലോസ് അല്ലേ, കേൾവി ഇല്ലാത്തവർക്ക്, ലോസ് ആയവർക്ക് അത് കേൾക്കാൻ വേണ്ടിയിട്ടൊരു ഡിവൈസ് ഉണ്ട്, അതിൻ്റെ നെയിം എന്താണെന്നാണ് ചോദിച്ചത്. ഡിവൈസ് യൂസ്ഡ് ടു അസിസ്റ്റ് പീപ്പിൾ വിത്ത് ഹിയറിംഗ് ലോസ് അല്ലേ. ഹിയറിംഗ് ലോസ്, കേൾവി ശക്തി ഇല്ലാത്തവർക്ക് അസിസ്റ്റ് ചെയ്യാനുള്ള ഡിവൈസിൻ്റെ നെയിം ഏതാണ്? ഹിയറിംഗ് എയ്ഡ് അല്ലേ. ഹിയറിംഗ് എയ്ഡ്. ഹിയറിംഗ് എയ്ഡ് ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് ആംപ്ലിഫൈസ് സൗണ്ട് ടു ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് വിത്ത് ഹിയറിംഗ് ലോസ് കമ്മ്യൂണിക്കേറ്റ് മോർ എഫക്റ്റീവ്ലി. കേൾവിയില്ലാത്തവർക്ക് ഈ ഹിയറിംഗ് എയ്ഡ് എന്ന് പറഞ്ഞ സാധനം ചെവിയിൽ വെച്ചാൽ അവർക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് ഹിയറിംഗ് എയ്ഡ്. ഡി ക്വസ്റ്റ്യൻ വി നോ ദാറ്റ് ഫുഡ് ടേസ്റ്റ് ബെറ്റർ വെൻ വി ച്യൂ ഇറ്റ് തറോലി. നന്നായിട്ട് ചവച്ചരിക്കുമ്പോഴാണ് ഫുഡിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിച്ച് സ്പെഷ്യലൈസ്ഡ് പാർട്ട് ഓഫ് ദി ടങ് ഹെൽപ്പ് ഇൻ ഐഡൻറ്റിഫൈങ് ഡിഫറെൻറ്റ് ടേസ്റ്റ്. ഈ നാവിൻ്റെ ടങ്ങിൻ്റെ ഏത് സ്പെഷ്യൽ പാർട്ടാണ് ഈ ടേസ്റ്റ് നമുക്ക് അറിയാൻ സഹായിക്കുന്നത്? ഓരോ ടേസ്റ്റും ഉപ്പ്, മുളക് അല്ലേ, അതുപോലെ എരിവ്, മധുരം, അതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നാവിൻ്റെ ഏതൊരു പാർട്ടാണ് അതിന് നമ്മളെ സഹായിക്കുന്നത് അല്ലേ. ടേസ്റ്റ് തിരിച്ചറിയാൻ വേണ്ടി ടേസ്റ്റ് ബഡ്സ് ആണ് നമ്മളെ സഹായിക്കുന്നത് അല്ലേ. ടേസ്റ്റ് ബഡ്സ് ആണ് സ്പെഷ്യലൈസ്ഡ് പാർട്ട് ഓഫ് ദി ടങ്, നാവിൻ്റെ ആ പാർട്ട് ദാറ്റ് ഹെൽപ്പ് ഐഡൻറ്റിഫൈ ഡിഫറെൻറ്റ് ടേസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ആ പാർട്ടിൻ്റെ പേരാണ് ടേസ്റ്റ് ബഡ്സ് അല്ലേ. ടേസ്റ്റ് ബഡ്സ് ആർ സ്മോൾ സെൻസറി ഓർഗൻസ് ഓൺ ദി സർഫസ് ഓഫ് ദി ടങ് ദാറ്റ് കണ്ടെയ്ൻ ടേസ്റ്റ് റെസിപ്റ്റേഴ്സ്. ടേസ്റ്റിൻ്റെ റെസിപ്റ്റേഴ്സ് ഉള്ള നാവിലുള്ള ഒരു സ്മോൾ സെൻസറി ഓർഗനാണ് ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി 7. ഇൻ ദി ആനിമൽ കിങ്ഡം ഇൻസെക്ട്സ് ആർ എ ഡിവേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്. ദി ലാർവ ഓഫ് സം ഇൻസെക്ട്സ് ആർ നോൺ ആസ് വേംസ് അല്ലേ. ഇൻസെക്റ്റിൻ്റെ ലാർവയെ വേംസ് അല്ലേ, പുഴുക്കൾ എന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റ്യനെ മനു ഈസ് പ്രിപ്പയറിങ് എ ടേബിൾ ഓഫ് ഇൻസെക്ട്സ് ആൻഡ് ദെയർ ലാർവ ഇൻ ക്ലാസ്.
മനു എന്താണ് ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഇൻസെക്റ്റും അതിൻ്റെ ലാർവയും. ക്യാൻ യു ചെക്ക് ഇഫ് ദർ ആർ എനി മിസ്റ്റേക്ക് ആൻഡ് ഹെൽപ്പ് ഹിം അറേഞ്ച് ദം കറക്റ്റ്ലി. ഇതിലെന്തെങ്കിലും തെറ്റുകളുണ്ടോ, മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് കണ്ടെത്തിയിട്ട് അവനെ കറക്റ്റ് ചെയ്യാൻ നിങ്ങൾ സഹായിക്കാമോ? അപ്പോൾ ഇൻസെക്ട്സും അതിൻ്റെ ലാർവയും അല്ലേ. ബട്ടർഫ്ലൈൻ്റെ ലാർവ ഏതാണ്? കാറ്റർപില്ലറാണ്. ബീറ്റിൻ്റെ ഗ്രബ്സ് ആണോ അല്ലേ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ മോസ്കിറ്റോൻ്റെ ഡ്രാഗൺ ഫ്ലൈൻ്റെ ലാർവകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ബി ക്വസ്റ്റ്യൻ ഒബ്സർവ് ദി ഡയഗ്രാം ഓഫ് ദി മെറ്റാമോർഫോസിസ് സ്റ്റേജ് ഓഫ് എ കോക്രോച്ച് ആൻഡ് ആൻസർ ദി ഫോളോവിങ് ക്വസ്റ്റ്യൻസ് അല്ലേ. മെറ്റാമോർഫോസിസ് സ്റ്റേജ് ആണ്, കോക്രോച്ചിൻ്റെ സ്റ്റേജസ് ആണ് ഇവിടെ ഡയഗ്രാമാണ് കാണിച്ചത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി നെയിം ഗിവൺ ടു ദി യങ് വൺസ് ദാറ്റ് ഹാച്ച് ഫ്രം കോക്രോച്ച് എക്സ്. കോക്രോച്ച് എക്സിൽ നിന്നും ഹാച്ച് ചെയ്യുന്ന യങ് വൺസിൻ്റെ നെയിം ഏതാണ്? ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് കോക്രോച്ച് മെറ്റാമോർഫോസിസ്. കോക്രോച്ചിൻ്റെ മെറ്റാമോർഫോസിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് വേംസ്. വേംസിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നും ചോദിച്ചിട്ടുണ്ട്. ഈ 3 ക്വസ്റ്റ്യൻ്റെ ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. യങ് വൺസ് ദാറ്റ് ഹാച്ച് ഫ്രം കോക്രോച്ച് എഗ്സ്. കോക്രോച്ചിൻ്റെ എഗ്സിൽ നിന്ന് ഹാച്ച് ചെയ്യുന്ന യങ് വൺസിൻ്റെ നെയിം ഏതാണ്? നിംഫ്സ് എന്നാണ്. ദി യങ് വൺസ് ദാറ്റ് ഹാച്ച് ഫ്രം കോക്രോച്ച് എഗ്സ് ആർ കാൾഡ് നിംഫ്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റേജസ് ഓഫ് കോക്രോച്ച് മെറ്റമോർഫോസിസ്. കോക്രോച്ച് മെറ്റമോർഫോസിൻ്റെ സ്റ്റേജസ് ഒക്കെ എന്തൊക്കെയാണ്? എഗ്ഗ്, നിംസ്, അഡൽട്ട് അല്ലേ. 3 സ്റ്റേജാണ് ഉള്ളത്. ദി സ്റ്റേജസ് ഓഫ് കോക്രോച്ച് മെറ്റമോർഫോസിസ് ആർ ഫസ്റ്റ് എഗ്ഗ് അല്ലേ, മുട്ടയിടും, പിന്നെ അത് നിംഫാവും, പിന്നെ അഡൽട്ട് ആവും അല്ലേ. എഗ്ഗ് എന്താണ്? ദി ഫീമെയിൽ കോക്രോച്ച് ലെഗ്സ് എയ്സ് വിച്ച് ഹാച്ച് ഇൻ ടു ലിംസ് അല്ലേ. ഫീമെയിൽ കോക്രോച്ച് എഗ്സ് മുട്ടയിടും, അത് പിന്നെ നിംസ് ആയിട്ട് മാറും അല്ലേ. നിംസ്, ദി നിംസ് എമേർജ് ഫ്രം ദി എഗ്ഗ് അല്ലേ. എഗ്ഗിൽ നിന്നുണ്ടായതാണ് നിംസ് എന്ന് പറയുന്നത്. എഗ്ഗ് വിരിഞ്ഞിട്ട് നിംസ് ഉണ്ടാവും അല്ലേ. ആൻഡ് ഗോസ് ത്രൂ എ സീരീസ് ഓഫ് മോൾസ് അല്ലേ, ഷെഡിങ് ഓഫ് എ എക്സോസ്കെലട്ടൻ. ദെൻ എന്താവും? അത് അഡൽട്ട് ആവും അല്ലേ. അഡൽട്ട് ആഫ്റ്റർ സെവറൽ മോൾസ്, കുറേ മോൾസിന് ശേഷം ദി നിംസ് റീച്ചസ് അഡൽട്ട്ഹുഡ് ആൻഡ് ബിക്കം എ മെച്ചർ കോക്രോച്ച് അല്ലേ. നിംഫ് എന്താവും? അഡൽട്ട്ഹുഡിലേക്ക് കടന്നിട്ട് അല്ലേ മെച്ചർ കോക്രോച്ച് അല്ലേ, കോക്രോച്ച് ആയിട്ട് മാറും, അതായത് അഡൽട്ടായിട്ട് മാറും. അപ്പോൾ ഫസ്റ്റ് എഗ്ഗ് വിരിഞ്ഞിട്ട് എന്താവും? നിംഫായി മാറും. നിംഫ് അഡൽട്ട്ഹുഡിലേക്ക് കടന്നിട്ട് അഡൽട്ടായിട്ട് മാറും, അതായത് കോക്രോച്ച് ആയിട്ട് മാറും. ഇതാണ് കോക്രോച്ചിൻ്റെ മെറ്റമോർഫോസിസ് അല്ലേ, സ്റ്റേജസ് അല്ലേ. ഒരു കോക്രോച്ച് എഗ്ഗിൽ നിന്ന് മുട്ട വിരിഞ്ഞിട്ട് എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് പിക്ചറിൽ തന്നിട്ടുണ്ട്. ആദ്യം ഒരു എഗ്ഗ് വിരിച്ചിട്ട് നിംസാവും, നിംസ് പിന്നെ എന്താവും? കോക്രോച്ചിലെ അഡൽട്ടായിട്ട് മാറില്ലേ. 3 സ്റ്റേജസ്. ബെനിഫിറ്റ്സ് ഓഫ് വേംസ് അല്ലേ. വേംസ് സ്പെഷ്യലി എർത്ത് വേംസ് പ്രൊവൈഡ് സെവറൽ ബെനിഫിറ്റ്സ് അല്ലേ. എന്തൊക്കെയാണ് അവരുടെ ഉപയോഗങ്ങൾ, ബെനിഫിറ്റ്സ് അല്ലേ? സോയിൽ എയറേഷൻ. വേംസ് ബോറോ ഇൻ ടു ദി സോയിൽ ക്രിയേറ്റിംഗ് ടണൽസ് ദാറ്റ് അലോ എയർ ടു പെനിട്രേറ്റ് ആൻഡ് ഇംപ്രൂവ് സോയിൽ ടെക്സ്ചർ. എർത്ത് വേംസ് ആണ് സോയിലിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനില്ലേ, മണ്ണിൻ്റെ ഘടന ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് എർത്ത് വേംസില്ലേ. അവരിങ്ങനെ കളിക്കുന്നത് കൊണ്ടാണ് അല്ലേ. മണ്ണിൽ സോയിൽ എന്താണ് ടണൽസൊക്കെ ഉണ്ടാക്കിയിട്ട് എയറൊക്കെ കിടക്കാൻ വേണ്ടി പെനിട്രേറ്റിലെ തുളക്കൊക്കെ ചെയ്യും എർത്ത് വേംസ് അല്ലേ. മണ്ണിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് കൊണ്ടാണ് ആ മണ്ണിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാരണം അല്ലേ, സോയിൽ എയറേഷൻ. സെക്കൻഡ് വൺ, ന്യൂട്രിയൻറ്റ് സൈക്ലിംഗ്. വേംസ് ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ റിലീസിങ് ന്യൂട്രിയൻസ് ദാറ്റ് പ്ലാന്റ്സ് ക്യാൻ അബ്സോർബ്. വേംസ് എന്താണ്? ഓർഗാനിക് മാറ്ററിനെ ബ്രേക്ക് ചെയ്യും അല്ലേ. മണ്ണിലുള്ള ഓർഗാനിക് ആയിട്ടുള്ള നമ്മൾ കളയുന്ന വേസ്റ്റുകളൊക്കെ ഓർഗാനിക് മെറ്റേഴ്സാണ്, അതൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ന്യൂട്രിയൻസ് റിലീസ് ചെയ്യും. ദാറ്റ് പ്ലാന്റ് ക്യാൻ അബ്സോർബ്. ആ ന്യൂട്രിയൻസ് ആണ് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂട്രിയൻറ്റ് സൈക്ലിങ്. തേർഡ് വൺ, സോയിൽ ഫെർട്ടിലിറ്റി. വേംസ് കാസ്റ്റിങ്സ് ആക്ട് ആസ് എ നാച്ചുറൽ ഫെർട്ടിലൈസർ റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ്. വേംസിൻ്റെ കാസ്റ്റിങ്സിലെ അവശിഷ്ടങ്ങൾ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഫെർട്ടിലൈസറാണ് അല്ലേ. അതിലെന്താണ്? ന്യൂട്രിയൻസ് മൈക്രോ ഓർഗാനിസം ഒക്കെ റിച്ച് ആണ്, നമ്മളെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റിക്ക് സഹായിക്കുന്നുണ്ട്. ഫോർത്ത് വൺ, എക്കോസിസ്റ്റം എഞ്ചിനീയറിംഗ്. വേംസ് മോഡിഫൈ ദെയർ എൻവയോൺമെൻറ്റ് ത്രൂ ബറോവിങ് വിച്ച് ക്യാൻ ആൾട്ടർ സോയിൽ ഹൈഡ്രോളജി ആൻഡ് എഫക്ട് പ്ലാന്റ് ഗ്രോത്ത്. അപ്പോൾ പ്ലാന്റ് ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ടല്ലേ. വേംസ് മണ്ണിലൊക്കെ ഇങ്ങനെ ഓരോ മാളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് സോയിലിൻ്റെ ഹൈഡ്രോളജീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ആൾട്ടർ ചെയ്തിട്ട് പ്ലാന്റ് ഗ്രോത്തിനെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ, എഞ്ചിനീയറിംഗ് നടക്കുന്നുണ്ട്. ഫിഫ്ത്ത് വൺ, ഫുഡ് സോഴ്സ് അല്ലേ. വേംസ് സെർവ് ആസ് എ ഫുഡ് സോഴ്സ് ഫോർ വേരിയസ് ആനിമൽസ് സച്ച് ആസ് ബേർഡ്സ്, റെപ്റ്റൈൽസ് ആൻഡ് സ്മോൾ മാമൽസ്. വേംസ് എന്താണ്? പല സോഴ്സിനുള്ള പല ആനിമൽസിനുള്ള ഫുഡാണ് അല്ലേ. വേംസ് തിന്നുന്ന അല്ലേ, മണ്ണിരയെ ഭക്ഷിക്കുന്ന ആനിമൽസ് ഉണ്ട്, അതൊരു ഫുഡാണ് മണ്ണിര എന്ന് പറയുന്നത് അല്ലേ. ബേർഡ്സിൻ്റെ ഫുഡാണ്, റെപ്റ്റൈൽസിൻ്റെ, മാമൽസിൻ്റെ ഒക്കെ ഫുഡാണ് വേംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, സോയിൽ ഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട്, ന്യൂട്രിയൻറ്റ് സൈക്ലിങ്ങിന്, സോയിൽ എയറേഷന് വേണ്ടിയിട്ടൊക്കെ. അതൊക്കെ ബെനിഫിറ്റ്സ് ആണ് വേംസിൻ്റെ, മണ്ണിരയുടെ ബെനിഫിറ്റ്സ്, ഗുണങ്ങളാണ്. ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ക്ലാസ് 5 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ മാത്സിൻ്റെ വീഡിയോസ് ലഭിക്കുന്നതാണ്. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടാനായി ക്ലാസ് 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.